ഗവർണർക്ക് തുടർഭരണം, ആരിഫ് മുഹമ്മദ് ഖാൻ പണി തുടങ്ങി. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലം ഏറ്റവും ആത്മാർത്ഥമായി BJPക്ക് വേണ്ടി ഫീൽഡ് വർക്ക് ചെയ്ത ആൾ അല്ലെങ്കിൽ ഹെഡ്ലൈൻ ഹിറ്ററായ ആൾ ആരെന്ന് ചോദിച്ചാൽ സംശയലേശമെന്നെ പറയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന്. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കം 10 പുത്തനുണ്ടാക്കി ഷട്ടുടയാതെ ഒരു സൈഡിലൂടെ നൈസായി കടന്നു പോകുമ്പോൾ തെരുവിലിറങ്ങി SFIക്കാരെ വരെ വിറപ്പിച്ചു കളഞ്ഞു 72 വയസ്സ് കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ. പാർട്ടി പ്രസിഡന്റായ കെ സുരേന്ദ്രൻ നനഞ്ഞ പടക്കം പോലെ കിടന്നപ്പോൾ ശരിക്കും പാർട്ടി പ്രസിഡന്റിന്റെ ആ വിടവ് നികത്തിയത്, പാർട്ടിക്ക് ഒരു വൈബ്രൻസി ഉണ്ടാക്കിയത് ശരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. ഈ സ്തുത്യർഹ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാന് ഭരണ തുടർച്ച നൽകുവാൻ കേന്ദ്രം തീരുമാനിച്ചത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച സംഭവത്തിൽ VCയെ പുറത്താക്കിയ ഗവർണറുടെ നടപടി പൊതുസ്വകാര്യത നേടിയിരുന്നു. പകരം നിയമിതനായ VC സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെയും പുറത്താക്കി പുതിയ നിയമനം നടത്തി. റാഗിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുവാൻ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതിയെയും നിയോഗിച്ചു. സർവകലാശാല ഭരണസമിതികളിലേക്ക് ചാൻസലറുടെ പ്രതിനിധികളെ നിയമിക്കുന്നത് സർക്കാരിന്റെ താല്പര്യപ്രകാരമാണെന്ന പതിവ് രീതിക്ക് പകരം സ്വന്തം നിലയിൽ നിയമനം നടത്തിയപ്പോൾ BJPക്ക് അത് രാഷ്ട്രീയ ഗുണം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ BJP അനുഭാവമുള്ളയാൾ അംഗമായി. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും മുൾമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാഴ്ത്തിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും രാഷ്ട്രപതിക്കയച്ചുമെല്ലാം ഗവർണർ സർക്കാരിനെ പരമാവധി വെള്ളം കുടിപ്പിച്ചു. SFIക്കാർ ഗവർണറെ നിരത്തിൽ തടയുവാൻ ശ്രമിച്ചപ്പോൾ, ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞ് അവറ്റകളെ കണ്ടം വഴി ഓടിച്ചപ്പോൾ, റോഡിൽ കുത്തിയിരുന്നപ്പോൾ ഗവർണർ ശരിക്കും ഹീറോ ആയി. കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങളും ഉണ്ടായെങ്കിലും മൊത്തത്തിൽ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഗുണപരമായി എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി രാഷ്ട്രീയപരമായും നിയമപരമായും നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകിയാൽ പൊളിക്കും എന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്രം. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയുള്ള പല നടപടികൾക്കും തടയിടുവാനും തുറന്നു കാട്ടുവാനും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സഹായിക്കും എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് BJPക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കുവാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികൾക്ക് കഴിഞ്ഞുവെന്നും തുടർന്നും കഴിയുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു. തുടർച്ചയുണ്ടാകുമെന്ന സൂചന ലഭിച്ചതോടെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ചിരുന്ന നടപടികൾ ഗവർണറും പുനരാരംഭിച്ചു. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും VCമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗ് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. അതുപോലെ ലോക കേരള തീവട്ടി സഭയുടെ ഉദ്ഘാടകനായി ഗവർണറെ ക്ഷണിക്കുവാൻ ചീഫ് സെക്രട്ടറി ചെന്നപ്പോൾ ആട്ടി ഓടിച്ചതും അടുത്ത ഒരംഗത്തിൻ്റെ തുടക്കം മാത്രമായി കണക്കാക്കാം. വീട് വൃത്തികേടാക്കുന്ന പൂച്ചയെ പിടിച്ച് ചാക്കിൽ കെട്ടി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കലിങ്ങിൻ്റെ കീഴിൽ കൊണ്ട് കളയുന്നത് പോലെയാണ് കേരളത്തിൽ നിന്നുള്ള ചിലരെ ഗവർണർമാരാക്കി വിട്ടത്. എത്ര ദൂരം കൊണ്ട് വട്ടം കറക്കി വിട്ടാലും ചില ഇനങ്ങൾ മണം പിടിച്ച് തിരിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ ചില പിള്ളകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഓടി വരാറുണ്ട്, അപ്പോൾ തന്നെ ഓടിച്ചു വിടാറുമുണ്ട്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഇനമല്ല. ആ പദവിയിൽ ഒരാൾ ഉണ്ടെന്നുള്ള തോന്നൽ ഉളവാക്കിയ ഒരാളാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അത്ര കിടന്ന് ആർമാദിക്കുവാൻ ഇത്തവണ പറ്റില്ലെങ്കിലും തീരെ മോശമാകുവാൻ വഴിയില്ല. സാധാരണഗതിയിൽ ഗവർണർമാരുടെ നിയമന കാലയളവ് 5 വർഷത്തേക്കാണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ മാറ്റാം. കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരുകയും ചെയ്യാം. ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് തുടരുന്നവരല്ലാതെ സമീപകാലത്ത് ഒരു ഗവർണറും 2 ടേം ഉണ്ടായിട്ടില്ല. സെപ്റ്റംബർ 6-നാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ 5 വർഷ കാലാവധി പൂർത്തിയാകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.